ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കെന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നും അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നും. അപ്പോൾ ODE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ സിംഗിൾ വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ്സ് മാത്രം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനിയിപ്പോൾ പാർഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ഒന്നിലധികം വേരിയബിൾസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം നോക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? അപ്പോൾ 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താണ് നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആർബിട്രറി ഫങ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് എന്താണ് Z ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് F ആയിട്ട് എടുക്കാം. ദെൻ എന്താണ് രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്ക് Xഉം Y ആയിട്ട് എടുക്കാം, F(x)ഉം Yയും. പിന്നെന്താണ് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള എന്താണ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മളെന്താണ് ആർബിട്രറി കോൺസ്റ്റൻസോ അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള ടൈപ്പ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മളെന്താണ് അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എത്ര കോൺസ്റ്റൻസ് ഉണ്ട്, ആർബിട്രറി കോൺസ്റ്റൻസ് എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ് ലെസ് ദാൻ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യുക. അതായത് ആർബിട്രറി കോൺസ്റ്റൻസ് ഇല്ലാത്ത പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ് x² + y² + z - c the whole square is equal to a². ഇവിടെ z എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എക്സിലും വൈയിലും z എന്താണ് z എന്ന് പറയുന്നത് z ഓഫ് xy ആണ്. അതായത് z എന്താണ് എക്സിലും വൈനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സും വൈയും എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇനി എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതെന്താണ് അപ്പോൾ ഈ കാണുന്ന എന്താണ് ഇതൊരു സ്ഫിയറിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും ഇതിനെങ്ങനെ എഴുതാം z - c the whole square is equal to a² - x² + y² എന്ന് എഴുതാം. ഇത് ഒരുമിച്ച് എഴുതുകയാണ്. അതായത് a² - x² - y² എന്നാണ് വരുന്നത്. ദെൻ ഇനി എന്താണ് നമുക്ക് ഇതിനെ റൂട്ടിനകത്തേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്ക്വയർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പം എന്തായിട്ടുണ്ട് z - c is equal to √(a² - x² + y² എന്നായിട്ടുണ്ട്. നമ്മൾ ആ സീനെയും കൂടി ഇപ്പോൾ അതേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും z = അപ്പോൾ ഇതാണെന്ത് z, അതായത് z എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എങ്ങനെ എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റൻസിനും കൂടി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എക്സും വൈയും വേരിയബിൾസ് ആണ്, എയും സിയും എന്താണ് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സെഡിൻ്റെ വാല്യൂ z = എന്ന് പറയുന്നത് എന്താണ് z ഓഫ് xy is equal to c + √(a² - x² + y² എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കെന്താണ് ∂z/∂x is equal to എങ്ങനെ വരും 2x പ്ലസ് ഇതിന് എന്താണ് ഇതിനകത്ത് എക്സിൻ്റെ ടേം ഒന്നുമില്ല, അപ്പോൾ അത് 0 ആവും. ദെൻ
അടുത്തത് എന്താണ്, പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി എന്ന് വരും. ഇവിടെ എന്ത് കൂടി വരും, ഡോ ഇസഡ് ബൈ ഡോ എക്സും കൂടി വരും. ദെൻ എന്താണ് ഇനി ഇതിപ്പോൾ നമ്മളെ എക്സിലുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് വൈ കൂടി കാണാം. ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 2y പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നും കൂടി വരും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻസിനൊക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്, അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും എന്തുണ്ട്, ഒരു ആർബിട്രറി കോൺസ്റ്റൻസ് വെച്ച് ഉണ്ട്. നമുക്ക് എന്താണ് അതിനെയും കൂടി എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഡോ എക്സ് ബൈ ഡോ വൈ അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഡോ സെഡ് ബൈ ഡോ എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഒന്നിച്ചാക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, അതായത് നമുക്ക് എന്താണ് ഈ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ ഒക്കെ നമുക്ക് എന്താണ് പിയും ക്യൂ ആണെന്നൊക്കെ നമുക്കറിയാം. നമുക്ക് എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ തൽക്കാലം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, പി മൈനസ് 2x ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഇവിടെ എന്താ, ഇവിടെ ക്യൂ അല്ല, ഇവിടെ പി ആണല്ലേ, ഇവിടെ പി ആണ്. അപ്പോൾ നമുക്ക് ഈ പി കൂടി ഇങ്ങോട്ട് എഴുതാം. ദെൻ മേലത്തെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ ക്യൂ മൈനസ് 2y ബൈ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി എന്ന് എഴുതാം. നമുക്കെന്താണ് ഈ ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എന്താണ് ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ്, അതായത് സി ഉള്ള ഒരു ഇക്വേഷൻ, സി ഉള്ള 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് അതിനെ നമുക്ക് എന്താണ് ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തെഴുതാം, ഈ ക്യൂ മൈനസ് 2y ഡിവൈഡ് ബൈ ക്യൂനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്യൂ ഇൻറ്റു പി മൈനസ് 2xq ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ മൈനസ് 2y പി എന്ന് എഴുതാം. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പി ക്യൂ അതുപോലെ തന്നെ ക്യൂ പി ഉണ്ട്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് മൈനസ് എടുക്കുന്നുണ്ട്, ഈ മൈനസും ഈ മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് ക്യൂ ഇസ് ഈക്വൽ ടു വൈ പി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, എക്സ് ക്യൂ മൈനസ് പി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായിട്ടുണ്ട്, ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഈക്വൽ ആണോ എന്നാണ് നോക്കേണ്ടത്. ഈക്വൽ അല്ല, അതായത് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണേണ്ടി വരും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ മാത്രം കണ്ടാൽ മതി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്പർ ഓഫ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എത്രയാണ്, 2 എണ്ണമാണ്, അതായത് എക്സും വൈയും ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതിയാൽ മതി, എക്സ് എന്താണ് ഇസഡ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി എന്ന്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എയും ബിയും എത്ര എണ്ണമാണ്, അതും 2 എണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആർബിട്രറി കോൺസ്റ്റൻസും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഈക്വൽ ആണ്. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, ഇതിൻ്റെ ഇതിൻ്റെ എക്സിലുള്ള ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എ കിട്ടും, പ്ലസ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും, നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്താണ്, അതും 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് പി ഇസ് ഈക്വൽ ടു നമുക്ക് എ എന്ന് കിട്ടിയിട്ടുണ്ട്, പി ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും,
ബി എന്ന് കിട്ടും. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് ബി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യണ വേണ്ടത്. ഇപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻസിനുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാല്യൂസ് എന്താണ്? നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇസഡിൻ്റെ എക്സിലെ ഡെറിവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ വൈയിലുള്ള ഡെറിവേറ്റീവ് ആണ്. സോ നമുക്ക് എന്താണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പി എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. ക്യൂ ഐ പ്ലസ് ഇനി എ ബി ആണ് കിടക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ പിയും അതുപോലെ തന്നെ ബിയുടെ വാല്യൂ ക്യൂ ആണ്. അപ്പോൾ പി ക്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്? ഇസഡ് ഈക്വൽ ടു പി എക്സ് പ്ലസ് ക്യൂ ഐ പ്ലസ് പി ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫൈൻഡ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് z is equal to a square x plus b square y plus ab by eliminating the arbitrary constants ab. പറഞ്ഞിട്ടുള്ള എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻസ് എ ബിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് z is equal to തന്നിട്ടുള്ള എന്താണ്? a square x plus b square y plus a b എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് എന്ന് പറയുന്നതും 2 എണ്ണമാണ്. അപ്പോൾ എന്താണ്? ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓർഡർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഡോ ഇസഡ് ബൈ, അതായത് ഞാൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു പി എന്താണ്? പി എന്ന് തന്നെ എഴുതണം. പി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് എന്താണ്? ഇനിയിപ്പോൾ എന്താണ്? ഇതൊക്കെ വൈ ഇല്ലാത്ത ടേംസ് ആണ്. അപ്പോൾ അതിനൊക്കെ 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് നമ്മുടെ എ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? നമുക്ക് ഇസഡ് ബൈ, അതായത് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? ഇസ് ഈക്വൽ ടു നമുക്ക് ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബി സ്ക്വയർ എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണ്? ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നും എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? പി ആണ്. നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ് പി എക്സ് പ്ലസ് അടുത്ത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ ക്യൂ ഐ പ്ലസ് എന്താണ്? പി ക്യൂ എന്ന് വരും. എന്താണ്? നമുക്ക് എയുടെ വാല്യൂ എയും ബിയും ആണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ആണ്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ബി ക്യൂ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ്? നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ലാസ്റ്റ് വരുന്നത് എന്താണ്? റൂട്ട് ഓഫ് പി ക്യൂ എന്നാണ് വരുന്നത്. നമുക്ക് തന്നിട്ടുള്ളതിൽ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2 എണ്ണമാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഏകദേശം ഒക്കെ സിമിലർ ആണ്. പക്ഷേ അതിനകത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ്? ആദ്യം ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാണാം. അതായത് പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? എ എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്ക് ബി എന്ന് കിട്ടും. എക്കും ബിക്കും നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ്? ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ്. പി എക്സ് പ്ലസ് അടുത്തത് ക്യൂ ആണ്. ബി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂ ഐ പ്ലസ് റൂട്ട് ഓഫ് നമുക്ക് പി എന്ന് പറഞ്ഞാൽ എയും, അപ്പോൾ എന്താണ്? എയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ പ്ലസ് അതുപോലെ തന്നെ ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ക്യൂ ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ
ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് ദി ആർബിട്രറി കോൺസ്റ്റൻസ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇസഡ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ, അതായത് രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ കണ്ടാൽ മതി. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് പാർഷ്യൽ കാണുമ്പോൾ ഇതെന്താണ് ഈ വൈ സ്ക്വയറും, അതായത് വൈ സ്ക്വയർ ഒരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും ആ വൈ സ്ക്വയർ എന്താണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ഉണ്ട്, അപ്പോൾ അത് 0 വരും. ഇനി വൈ എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും 2x എന്ന് വരും. അപ്പോൾ നമുക്ക് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, പി ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാം. അതായത് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എന്താ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എന്താണ്, നമുക്ക് ഇവിടെ ഇത് നോക്കുമ്പോൾ അതായത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് വൈ എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും, ഇതിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള, അതായത് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടു. രണ്ടിലും നമുക്ക് എന്താണ് ആർബിട്രറി കോൺസ്റ്റൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറും അതുപോലെ തന്നെ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി ക്യൂ കാണാം. പി ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 2xy ഇൻറ്റു എന്തെന്ന് വരും എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് തന്നിട്ടുള്ള ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെന്ന് വരും നമ്മുടെ ഇക്വേഷൻ പി ക്യൂ ഈസ് ഈക്വൽ ടു 4xy ഇൻറ്റു ഇസഡ് എന്ന് വരും. അപ്പോൾ ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ നമ്പർ എന്താണ് നോക്കിയിട്ട് എത്ര തവണ ഡെറിവേറ്റീവ് കാണണമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി ലഭിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.